അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്. കീമോതെറാപ്പിയിലാണത് മനസ്സിലായത്. 2 വർഷം വരെ കുഴപ്പമൊന്നുമില്ലാതെ പോയി. പിന്നെയും പെറ്റ് സ്കാനിൽ കുറച്ച് ഡെവലപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഒരുപാട് പേഷ്യൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ ന്യൂസിൽ കണ്ടു. അതിലൊരു പേഷ്യൻ്റാണ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞത്. ഇംപ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നും ഹെയറും നന്നായി. ക്വാണ്ടിറ്റി വേഴ്സസ് ക്വാളിറ്റി. ക്വാളിറ്റി വേണമെങ്കിൽ ആയുർവേദം എടുക്കണം. വെൽക്കം ടു നേച്ചർ ക്യൂർ. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട്, കൂടാതെ മാഡം ഉണ്ട് നമ്മുടെ കൂടെ. മാഡം ഒരു ഡോക്ടറാണ്. ഇവര് 2 ടൈംസ് മെഡിസിൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഡോക്ടറിന്റെ എക്സ്പീരിയൻസിനെ പറ്റിയും പേഷ്യന്റ് മരുന്ന് കഴിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം. പേരെന്താ മാം? നമസ്കാരം. എന്റെ പേര് ഉഷ ലാവണ്യ. ഉഷ ലാവണ്യ അല്ലേ? മാം ഡോക്ടറാണെന്ന് സാറ് പറഞ്ഞിരുന്നു. അതെ അതെ. മാം ഇപ്പോ ഈ ആയുർവേദ മെഡിസിൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഒന്ന് പറയാമോ മാം? കൂടാതെ പേഷ്യന്റ് എന്ത് ക്യാൻസർ ആയിട്ടാണ് വരുന്നതെന്നും അതിന്റെ സിംറ്റംസിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ മാം? പേഷ്യൻ്റ് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്. സർജറിക്ക് ശേഷം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഹോർമോണൽ തെറാപ്പി, അതായത് ഓറൽ കീമോതെറാപ്പി ചെയ്തു. റേഡിയേഷൻ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഒരു 2 വർഷത്തോളം. പിന്നെ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും ഡെവലപ്പായി എന്ന് മനസ്സിലായി. ഓക്കെ. ഇവിടെ നിന്ന് ഒരുപാട് പേഷ്യൻസ് എന്നെ കാണാൻ US-ലേക്ക് വരാറുണ്ട്. ഞാൻ US-ലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ. എൻ്റെ പേഷ്യൻ്റാണ് എന്നോട് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞത്. ഉം. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെയാണ് അവരിങ്ങോട്ട് വന്നത്. ഓക്കെ. ഈ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തു മാറ്റമാണ് വന്നതെന്ന് ചോദിച്ചാൽ ഹെയറും സ്കിന്നും നന്നായി. ഓക്കെ. മുമ്പത്തെ പോലെ തന്നെ മുടിയെല്ലാം നന്നായിട്ട് വന്നു. അതുപോലെ സ്കിൻ ക്വാളിറ്റിയും നന്നായി. ഫേസിൽ നല്ല ഗ്ലോ ആയിട്ടുണ്ട്. സോ ഇതിന്റെ ക്വാളിറ്റി വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ. ആ ഇവിടുത്തെ മെഡിസിൻ കഴിച്ചതിന് ശേഷം അമ്മയ്ക്ക് സിംറ്റംസിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെപ്പറ്റിയൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പെറ്റ് സ്കാൻ എടുത്താലേ മനസ്സിലാവൂ. ഇപ്പൊ വന്നിട്ട് 2 months ആയി. ഓക്കെ. ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ആയുർവേദം, സിദ്ധവൈദ്യം ഇതൊക്കെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതെ. ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡിഫറെന്റ് സിംറ്റംസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിലും ആ സിംറ്റംസ് ഒക്കെ ഈസിയായി കൺട്രോൾ ആകുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി വളരെ നന്നാവുന്നുണ്ട്. സ്കിൻ ആൻഡ് ഫേസ് വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ. മാം ഇപ്പോൾ പേഷ്യന്റ് കണ്ടീഷൻ എങ്ങനെയാണ്? എന്ത് ക്യാൻസർ ആയിരുന്നു മാം? ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ അല്ലേ? അതിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു മാം ഈ ക്യാൻസറിന്റെ? അതായത് ഇന്ന സിംറ്റംസ് എന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ വന്നപ്പോൾ സർജറി ആയിരുന്നു. ഓക്കെ. സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയായിരുന്നു സിംറ്റംസ് ഒക്കെ? സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മുഴ പോലെയാണ് വന്നത്. ഓക്കെ. അത് വേറെ എവിടെയുമല്ല, അത് ബ്രസ്റ്റിലാണത് കണ്ടത്. ഓക്കെ. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ലേറ്റായി. ഓക്കെ. വേറെ ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. ഓക്കെ. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറഞ്ഞു. അത് ചൂടായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് വളരെ വലുതാവാൻ തുടങ്ങി. ഓക്കെ. പിന്നെ ഞങ്ങള് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു. ഓക്കെ. സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്തു. പെറ്റ് സ്കാനും ചെയ്തു. ഓക്കെ. പിന്നെ ഓറൽ കീമോയും കൊടുത്തു. ഓക്കെ. ഹോർമോണൽ തെറാപ്പി. ഓക്കെ. 1 വർഷം നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ. ഒരുപാട് സന്തോഷമുണ്ട് മാം. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി അമേരിക്കയിലൊക്കെ അറിഞ്ഞല്ലോ. ഇവിടെയുള്ള പേഷ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾ ഇവിടേക്ക് വരുന്നത്. സോ ഇപ്പോ പേഷ്യന്റിന് ഇമ്മ്യൂണിറ്റി ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടല്ലേ? അതെ അതെ. ഓക്കെ മാഡം, ഫർദർ ആയിട്ട് മെഡിസിൻ യൂസ് ചെയ്തോളൂ. മാം ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പേഷ്യന്റിന് എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഓക്കെ, കാണാം മാം. ഡെഫിനറ്റ്ലി. ഞാൻ ആയുർവേദ മെഡിസിൻ കഴിക്കാനേ പറയൂ. ഓക്കെ. ക്വാണ്ടിറ്റി വേഴ്സസ് ക്വാളിറ്റി. ക്വാളിറ്റി വേണമെങ്കിൽ ആയുർവേദം എടുക്കണം.